അപ്പൊ ഇതാണ് ചാരുവിന്റെ വീടല്ലേ? വീട് കൊള്ളാലോ. അയ്യോ വീടൊക്കെ കൊള്ളാം, പക്ഷെ ഇതിന്റെ ഉള്ളിലുള്ളത് ഒരു രാക്ഷസിയാ, രാക്ഷസി. ആദ്യം എനിക്ക് പേടിയാകുന്നു. ആ സോണിയാന്റി എന്തെങ്കിലും പറയോ? അവിടെ സോണിയാന്റി ഭയങ്കര സാധന. നിങ്ങൾ എന്തിനാ പേടിക്കണേ? ഞാനല്ലേ നിങ്ങളുടെ കൂടെ. എന്തെങ്കിലും പറയാൻ ഇങ്ങോട്ട് വരട്ടെ. നമുക്ക് എന്തായാലും ചാരുവിന് ബാഗ് കൊടുക്കണ്ടേ? അവളെ വിളിക്ക്. ഞാൻ സോണിയാന്റി എന്ന നീതു ചേച്ചിനെ വർക്ക് പറഞ്ഞാൽ അടിക്കാം. ചമ്മന്തിയും പരിപ്പ്. ഓ ഈ കുണുക്കിക്കൊണ്ട് കൂടെയുള്ള കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. സമയം കളയാത്ത മക്കളെ, ചാരുവിനെ വിളിക്ക്. ചാരു ചാരു. ആരാ നിങ്ങളൊക്കെ? എന്ത് വേണം? സോണി എന്നാണല്ലേ പേര്? എന്റെ പേര് ഗീത. ആ ചാരുവിനെ ഒന്ന് വിളിക്കാമോ? ഗീതയോ? ഏത് ഗീത? ചാരുവിന് ഞങ്ങൾക്ക് നേരത്തെ അറിയാം, അവളെ ഒന്ന് കാണാൻ വന്നതാ. ചാരുവിന് ഇത്ര ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നോ? ദേ ഒരു കാര്യം മനസ്സിലാക്കണം, ചാരുവിന്റെ മുത്തശ്ശി മരിച്ചു, ആരും ഇല്ലാന്ന് പറഞ്ഞതുകൊണ്ടാണ് അവളെ ഞങ്ങൾ ദത്തെടുത്തത്. സ്കൂളിലും വിടുന്നുണ്ട്, അത്യാവശ്യത്തെ ജോലിയും ചെയ്യുന്നുണ്ട്. ഇത്ര ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദത്തെടുക്കായിരുന്നല്ലോ. ഞങ്ങളെ ശല്യം ചെയ്യാനായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരരുത്. ആയിക്കോട്ടെ, ചാരുവിനെ കാണുന്നത് കൊണ്ട് എന്താ? അവളെ ഒന്ന് വിളിക്കേ. അവളെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ഓ എന്റെ ചെവി പോയി. മുറ്റത്ത് നിന്നിങ്ങനെ വിളിച്ച് ശല്യം ഉണ്ടാക്കാതെ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ? ഞങ്ങൾ എന്ത് ശല്യം ഉണ്ടാക്കിന്നാ പറയണേ? ആ കുട്ടീനെ ഒന്ന് കണ്ടാ മതി, ഞങ്ങൾ പോയിക്കോളാന്ന് പറഞ്ഞില്ലേ? ചേച്ചി വന്നല്ലോ. ചാരു മോളെ. എടി ചാരു, നിന്നോട് ആരാടി പുറത്തേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞത്? നിന്നോട് അകത്തിരിക്കാനല്ലേ ഞാൻ പറഞ്ഞത്? അത് സോണിയാന്റി, ഞാൻ മുറ്റത്ത് വെള്ളം കേട്ടപ്പോ ആരാന്നറിയാൻ വേണ്ടി വന്നതാ. സോണിയാന്റി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവരൊക്കെ എനിക്ക് അറിയാവുന്നവരാ. എന്നിട്ട് ആരുമില്ലെന്നാണല്ലോടി നിന്റെ വല്യച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോ പറഞ്ഞത്. മോളെ ചാരു, എത്ര നാളായി കണ്ടിട്ട്. നിന്നെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. നീ ഇവിടെയാണെന്ന് അറിയില്ലായിരുന്നു, എങ്കിൽ നേരത്തെ വരായിരുന്നു. ഓ ശല്യങ്ങള് പോകുന്നില്ല. നീതു മോളെ, ആ ബാഗിങ് എടുക്ക്. ചാരുമോളെ, സ്കൂളൊക്കെ തുറക്കുമല്ലേ? ഇവർക്ക് ബാഗ് വാങ്ങിയപ്പോ ഞാൻ ചാരുവിനും കൂടി വാങ്ങി. ഇതിന്റെ അകത്തൊരു കൊടയും കൂടി ഉണ്ട് കേട്ടോ. അയ്യോ ആന്റി, സ്കൂൾ ബാഗോ? നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഇവക്ക് സ്കൂൾ ബാഗിന്റെ ആവശ്യമില്ല. ഇവക്ക് 2 സ്കൂൾ ബാഗ് അകത്തുണ്ട്. അത് പഴയതായിരിക്കില്ലേ? എന്തായാലും പുതിയതായിട്ട് ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തേ ഉള്ളൂ. എടി ചാരു, നീ അത് മേടിക്കണ്ട, തിരിച്ചു കൊടുക്ക്. അത് സോണിയാന്റി അവര് സ്നേഹത്തോടെ വാങ്ങിച്ചു തരുമ്പോ. നിന്നോട് പറഞ്ഞാ മനസ്സിലാകില്ലേ? ഈ ബാഗ് നീ വാങ്ങി ഞങ്ങളുടെ വീട്ടിലേക്ക് കേറണ്ട. ഞങ്ങളൊരു ബാഗ് ഗിഫ്റ്റ് കൊടുത്ത ആന്റിക്ക് എന്താ? ചാരുന്റെ ബാഗ് എന്തായാലും കഴിഞ്ഞ വർഷത്തെ അല്ലേ, ഞങ്ങളൊരു പുതിയത് കൊടുത്തേ ഉള്ളൂ. ഈ ചെറുതിന്റെ വർത്താനം കേൾക്കുമ്പോഴാ എനിക്ക് ഈ യൂണിക്കോന്റെ ഒരു 1000 ബാഗ് വാങ്ങാനുള്ള കാശുണ്ട്. 1000 ബാഗ് വാങ്ങാനുള്ള കാശ് നിങ്ങൾക്കുണ്ട്. എന്നിട്ട് പിന്നെ എന്താ ഒരു ബാഗ് പോലും ചാരുവിന് വാങ്ങിച്ചു കൊടുക്കാത്തെ? നിങ്ങളോടൊന്നും സംസാരിക്കേണ്ട കാര്യം എനിക്കില്ല. ആന്റി, എനിക്ക് ഈ ബാഗ് വേണ്ട. ഞാനിത് വാങ്ങി വീട്ടിൽ കയറിയാ എന്നെ ചിലപ്പോൾ സോണിയാന്റി വഴക്ക് പറയും. നീ പേടിക്കാതിരിക്കും ചാരു, സോണി നിന്നെ ഒന്നും പറയില്ല. നീ എന്തായാലും ബാഗ് വാങ്ങ്. തിരിച്ച് ബാഗ് തരുവാണെങ്കിൽ ഞങ്ങൾ ഇനിയും വരാം, അപ്പൊ അറിയിച്ചാ മതി. പിന്നെ സ്കൂൾ തുറക്കുമല്ലോ, സ്കൂളിലെ ടീച്ചറിനെ കൊണ്ട് നമുക്ക് സോണിയാന്റിനെ വിളിപ്പിക്കാം. നീ പേടിക്കാതിരി. അല്ല, സോണിയാന്റി പറഞ്ഞത് ശരിയാണോ? നിനക്ക് 2 ബാഗുണ്ടോ? ഇല്ല ആന്റി, എന്റെ ബാഗ് മുഴുവൻ കീറി, അടിയൊക്കെ കീറി, തുന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല. അന്നേരം ഞാൻ സോണിയാന്റിനോട് പറഞ്ഞപ്പോ സോണിയാന്റി പപ്പിമോൾക്ക് മാത്രം ബാഗ് വാങ്ങിക്കൊടുത്തു. എനിക്ക് പഴയ ഒരു ബാഗ് തന്നു. അതാണെങ്കിൽ ഉപയോഗിക്കാൻ പോലും കൊള്ളില്ല. സ്കൂളിൽ പോകാൻ വേണ്ടി ഒരു കവറും ബിഗ് ഷോപ്പറും അന്വേഷിച്ച് നടക്കുമായിരുന്നു ഞാൻ. കരയാതെ മോളെ, എന്തായാലും ബാഗ് കിട്ടിയില്ലേ? ഓ, എന്നിട്ടാണോ അവര് പറഞ്ഞത് 2 ബാഗ് ഉണ്ടെന്ന്? എന്തൊരു ദുഷ്ടയായ സ്ത്രീയാ അത്. ഞങ്ങൾ എന്തായാലും ഇപ്പൊ പോകുക. ചാരുമോൾ അകത്തേക്ക് ചെല്ലേ. ഞാൻ പറഞ്ഞില്ലേ, സോണ് നിന്നെ ഉപദ്രവിക്കുക എന്തെങ്കിലും ചെയ്താലും ഞങ്ങൾ ഇനി വരുമ്പോ പറഞ്ഞാ മതി. നിനക്ക് ഞങ്ങളുണ്ട്. ശരി ആന്റി, ഞാൻ പോകുക. ഇനി നിന്ന് കഴിഞ്ഞാൽ ഇനിയും വഴക്ക് കേൾക്കേണ്ടി വരും. അമ്മ പാവല്ലേ അമ്മേ ചാരു. നിങ്ങൾ നോക്കിക്കോ, ചാരുവിന്റെ ഈ കഷ്ടപ്പാടെല്ലാം മാറും. അവള് പഠിച്ച് നല്ല നിലയിലെത്തും. അതിനു വേണ്ടിയിട്ട് അവൾ ഈ കഷ്ടപ്പെടുന്നത്. നിങ്ങളിലൊക്കെ നല്ല നിലയിൽ അവൾ എത്തും. എന്തായാലും നമുക്കിപ്പോ പോകാം, ഇടക്ക് വന്ന് അന്വേഷിക്കാം. കുണിക്കിടെ കുണുക്കന്റെ ബാഗ് അടിപൊളി. ആഹാ, റെയിൻകോട്ടും മേടിച്ചോ? അപ്പൊ പിന്നെ ഇനി ക്ലാസ്സിൽ പോകുമ്പോ കരയില്ലല്ലോ. ഇതെല്ലാം കൊണ്ട് പോകാലോ. മിടുക്കനും മിടുക്കും. ജൂൺ 1 നമുക്ക് ഈ റെയിൻകോട്ടൊക്കെ ഇട്ട് പുതിയ ബാഗും ഇട്ട് വാട്ടർ ബോട്ടിൽ ലഞ്ച് ബോക്സ് ഒക്കെ ഇട്ട് പഠിക്കാൻ പോകണ്ടേ? ആഹാ, ഇപ്പൊ അങ്ങനെയോ? എനിക്ക് വരുമ്പോ, ഞാൻ സ്കൂളിൽ വിട്ട് വരുമ്പോ എനിക്ക് ബിരിയാണി ഉണ്ടാക്കി തരുമോ? കുണിക്ക് ബിരിയാണി ബിരിയാണി എന്ന് പറഞ്ഞ് ഭയങ്കര കൊതിയാണല്ലോ. ഒരു കാര്യം ചെയ്, ഇപ്പൊ തന്നെ അച്ഛൻ കടയിൽ പോയി മേടിച്ചോണ്ട് വരാം. നിനക്കെന്താ വേണ്ടേ കുണുക്ക? എനിക്ക് നൂഡിൽസും ചിക്കനും. അപ്പൊ ഞാൻ ബിരിയാണി നൂഡിൽസും ചിക്കനൊക്കെ മേടിച്ചിട്ട് ഇപ്പൊ വരാം. മക്കൾ ഈ ബാഗൊക്കെ എടുത്ത് അടുക്കി വെക്കട്ടോ, ഒന്നും നശിപ്പിച്ച് കളഞ്ഞേക്കല്ലേ. അല്ലെങ്കിൽ വേണ്ട, അമ്മ വന്ന് എടുത്തു വെച്ചോളൂ. എന്താടി കുണുക്കി, ഉറക്കം വന്നിട്ട് വയ്യ.
എഴുന്നേറ്റ്. നിനക്ക് എന്താ വേണ്ടേ പറ. ആദ്യം എഴുന്നേക്ക്. എന്താ കിടന്നുറങ്ങണേ? ഒരു വെയിലത്ത് സൂപ്പർ മാർക്കറ്റ് മുഴുവൻ കയറി ഇറങ്ങിയിട്ട് ആകെ വയ്യ. നിനക്കൊന്നും ഒരു ക്ഷീണയില്ലേ കുണുക്കി? എനിക്ക് ക്ഷീണമുണ്ട്. എന്നാ നീയും വന്ന് എന്നെ കൂടി ഉറങ്ങ. ഒരു ഗ്ലാസ് വെള്ളം തരുവോ? വെള്ളോ? എന്തിനാ, വെള്ളത്തിൽ കളിക്കാനാണോ? അല്ല, കുടിക്കാനാ. ഓ, നീ പോയി അമ്മേനോടോ അല്ലെങ്കിൽ നിത്യ ചേച്ചിനോടോ ചോദിക്കേ. അവളൊന്നും കാണാനില്ല. എന്നാ നീ എന്നെ കൂടി അടുക്കളയിലേക്ക് വാ. വേണ്ട വേണ്ട, ചേച്ചി എടുത്ത് തന്നാ മതി. എന്റെ കുണുക്കി. പ്ലീസ് ചേച്ചി. ആ ശരി ശരി, ഞാൻ പോയി എടുക്കാം. എനിക്കിന്ന് വാട്ടർ ബോട്ടിൽ വെള്ളം കുടിക്കണം. ഇന്നാ കുണുക്കി വെള്ളം. എന്നിട്ട് വാട്ടർ ബോട്ടിൽ ഒഴിച്ചേര്. ഈ വാട്ടർ ബോട്ടിൽ നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നോ? ഇത് നീ എങ്ങനെ എടുത്തു? ഇത് അമ്മ പൊക്കത്ത് അടുക്കി വെച്ചിരുന്നതല്ലേ? അച്ഛനെ കാണിക്കാൻ എടുത്തതാ. അച്ഛനെ കാണിക്കാൻ എടുത്തെങ്കിലേ കാണിച്ചു കഴിഞ്ഞില്ലേ? ഇന്നാ ഈ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുന്നേ. ഇത് കുപ്പി ഗ്ലാസ്, ഇത് പൊട്ടും. ഓഹോ, എന്നിട്ട് ഇത്രയും നാൾ നീ ഇങ്ങനെയല്ലോ പറയണേ. നിനക്ക് കുപ്പി ഗ്ലാസ്സിൽ തന്നെ വെള്ളം വേണമെന്നല്ലേ പറയണേ? ഇതിപ്പോ കുടിക്കേ. ചേച്ചി കൊച്ചു കുട്ടികളാ കുപ്പി ഗ്ലാസ് ഒക്കെ കൊടുക്കണത്. എന്നാ കൊച്ചു കുട്ടിക്ക് ഞാൻ സ്റ്റീൽ ഗ്ലാസ്സിൽ വെള്ളം എടുത്തോണ്ട് വരട്ടെ? സ്റ്റീൽ ഗ്ലാസ്സിൽ എനിക്ക് വേണ്ട. എന്നാ നീ വെള്ളം കുടിക്കണ്ട. എനിക്ക് ദാഹിക്കണ്. ഇടി പുതിയ വാട്ടർ ബോട്ടിൽ എടുത്തെന്ന് പറഞ്ഞ അമ്മ എന്നെ കൊല്ലു. നീ അത് കൊണ്ടേ വെച്ചിട്ട് വെള്ളം കുടിക്കാൻ. പ്ലീസ് ചേച്ചി, ഇത് ഒഴിക്ക്. ഓ, ഇവളെ കൊണ്ട് തോറ്റി. ഇങ്ങനെ കാണിക്കാൻ ഞാൻ ഒഴിച്ചു തരാം. നല്ല ചേച്ചി. അമ്മ കാണുന്നതിന് മുമ്പ് വേഗം കുടിച്ചോ. ഞാൻ ഈ കുപ്പി ഗ്ലാസ് കൊണ്ട് വെച്ചിട്ട് വരാം. ഞാൻ വെള്ളം കുടിച്ചിട്ടാക്കും. എടി കുടിക്കണേ, എന്താ കാണിക്കണേ? ഞാൻ വെള്ളം കുടിക്കണേ. അതെനിക്ക് നീല ചേച്ചി തന്നതാ. എനിക്കും വേണം. അതൊന്നും പറ്റിട്ട് കുപ്പി ഗ്ലാസ് വേണമെങ്കിൽ കുടിക്ക്. അമ്മേ, ഇവിടെ കൊളാക്കുന്ന തോന്നേ. അമ്പാരി ഞാൻ കൊല്ലും. തല്ലുകൂടാതിരുന്ന് കഴിക്കണോട്ടോ. നീതൊരു നിത്യയൊക്കെ ഉള്ളത് അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. അത് പോയി എടുത്തിന് വഴക്കുണ്ടാക്കരുതേ. ഇല്ല അച്ഛാ, നാളെ വെച്ചോളാം. പിന്നെ അറിയാലോ, ലഞ്ച് ബോക്സ് നശിപ്പിക്കൂലെന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ടാ ഞാൻ ലഞ്ച് ബോക്സിലേക്ക് ഇത് ഇട്ട് തന്നത്. ഇല്ല അച്ഛാ, ഞങ്ങളെ നശിപ്പിക്കില്ല. എങ്കിൽ ശരി, ഇരുന്ന് കഴിച്ചോ. ഇതെന്താ കുടിക്കുന്നത്? ബാത്റൂം ബോട്ടിലോ? ഇതിൽ വെള്ളമുണ്ട്. നമുക്ക് വേഗം കഴിക്കാം. നല്ല ബിരിയാണി. ആഹാ, അച്ഛൻ ബിരിയാണി വാങ്ങാൻ പോയെന്ന് അറിഞ്ഞു. നിങ്ങൾ തനിയെ കഴിക്കാനൊക്കെ തുടങ്ങിയോ? ഞങ്ങൾക്ക് വിശന്നപ്പോ അച്ഛക്ക് തന്നതാ. നന്നായി, നിങ്ങൾ കഴിക്കേ. നീതും നിത്യനെ നോക്കിയിരുന്ന ഫോണും ടിവിയും കണ്ടോണ്ടിരിക്കല്ലേ. അവർക്ക് തോന്നുമ്പോ അവര് കഴിച്ചോളൂ. ഈ പാത്രമൊക്കെ കൊള്ളാലോ. അച്ഛൻ എവിടെ നിന്നാണാവോ ബിരിയാണി വാങ്ങിയത്? നല്ല പാക്കിംഗ് ഒക്കെ ആണല്ലോ. ഞങ്ങൾ തിന്നിട്ട് അമ്മ പോയിക്കോ. ഞാൻ പോകാടി കുണിക്ക്. നല്ല പാത്രം. ബിരിയാണി കഴിച്ചതിന് നമുക്കിത് കഴുകി എടുക്കാം. വേറെന്തിനെങ്കിലൊക്കെ ഉപയോഗിക്കാമല്ലോ. ശരി ശരി. അയ്യോ, ഇത് ഞാൻ നിങ്ങൾക്ക് സ്കൂൾ തുറക്കുമ്പോ കൊണ്ടുപോകാൻ വാങ്ങിച്ച ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ അല്ലേ? ഇതിലാരാ ബിരിയാണി എടുത്ത് തന്നേ? അത് ഞങ്ങള് പറഞ്ഞപ്പോ അച്ഛനാ. എന്റെ ദൈവം, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ഇനിയും എന്റെ സ്കൂൾ തുറക്കാനായിട്ട് 10-20 ദിവസം. അപ്പോഴേക്ക് ഈ പാത്രം നശിപ്പിക്കൽ രണ്ടും കൂടി. നിങ്ങൾക്ക് വേറെ ഒരു പാത്രം കിട്ടില്ല പിള്ളേരെ കഴിക്കാനായിട്ട്? വിശക്കണമ്മേ, കഴിക്കട്ടെ. ഇനി എന്തായാലും വിളമ്പി പോയില്ല. ഇനി എണീക്കണ്ട. കഴിച്ചോ. ഇത് കഴിയുമ്പോ ഈ പാത്രവും വാട്ടർ ബോട്ടിൽ നല്ലപോലെ സോപ്പിട്ട് കഴുകി എടുത്ത് വെച്ചോളണം. ജൂൺ 1 വേണ്ടതാ. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛനെവിടെ? അച്ഛനിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്.